എല്ലാ കാര്യങ്ങളും സോറി പറഞ്ഞാൽ കോംപ്രമൈസ് ആവില്ല. പക്ഷേ തീരുമാനമാവില്ല. കാരണം ഒരാളെ പോയി കൊന്നിട്ട് സോറി പറഞ്ഞിട്ട് കാര്യമല്ലോ. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് സോറിയിൽ തീർക്കാൻ പറ്റും. പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ സോറി പറയുന്നവർ, ഇൻ ദ സെൻസ് ലൈക്ക് പ്രശ്നം ചെയ്യാതെ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറി പറയുന്നവരുണ്ട്, ആത്മാർത്ഥമായിട്ട് സോറി പറയുന്നവരുണ്ട്. അപ്പോൾ ഇന്നലെ ജാസ്മിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഞാൻ കണ്ട്, ലിറ്ററലി ജാസ്മിൻ ഒരു സെൻസിറ്റീവ് ഇന്നസെൻറ്റ് പേഴ്സൺ ആണ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ഗബ്രി പോയതിലും ലൈക്ക് ആൾ കുറച്ചും കൂടി ഇങ്ങനെ പ്യൂരിഫൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മുടെ ശ്വേത ചേച്ചിയും സാബു ചേട്ടനും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഗെയിമിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ട് കളിക്കുക, ഒന്നും നോക്കണ്ട എന്നുള്ള രീതിയിൽ ശേഷം ചേച്ചി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടെങ്കിൽ പറയാമെന്ന്. അതിൽ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചത് ജാസ്മിൻ സോറി പറയുന്നുണ്ട് ആരോട്, നോറോട്. അപ്പം നോറയുടെ ഒരു നെഗറ്റിവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. എന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നെ തെറി പറഞ്ഞാലും എൻ്റെ അടുത്ത് വന്നിട്ട് സോറി പറഞ്ഞാൽ അപ്പം എനിക്ക് പറയാനുള്ള പറഞ്ഞ് ഞാൻ ക്ലിയർ ഓഫ് ചെയ്യും. ജാസ്മിൻ അവിടെ സോറി പറഞ്ഞിട്ട് നോറയുടെ ഭാഗത്തു നിന്ന് ഒരു കേട്ട ഭാവോ ഭയങ്കര വൃത്തികെട്ട നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിച്ചിട്ട് ഫേസ് തിരിച്ച് കളഞ്ഞു. കാരണം ഇപ്പോഴും പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളോടായിട്ട് പറയാണ്, ഒരു മനുഷ്യൻ വന്ന് സോറി പറയാൻ കാണിക്കുന്ന മനസ്സാളുടെ വലിയ മനസ്സാണ്. അത് അക്സെപ്റ്റ് ചെയ്ത് റീജോയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ നമുക്ക് മനുഷ്യന്മാർക്കിടയിലുള്ളൂ. വലിയ വലിയ പ്രശ്നങ്ങളോട്ടല്ല ഞാൻ പോകുന്നത്. പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങൾ സോറി പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് പോകാൻ പറ്റിയാൽ പോവാം. പക്ഷെ ജാസ്മിൻ പബ്ലിക്കിൽ ഇത്രയും ഇതിൽ വന്നിട്ട് സോറി പറഞ്ഞത് അത് അവളുടെ പ്ലസ് പോയിന്റ് തന്നെയാണ്. റസ്മിനും സോറി പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും ഹഗ് ചെയ്ത് അവർ കോംപ്രമൈസ് ആക്കി. പക്ഷേ നോറയുടെ ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് ഇന്നലെ അവിടെ കണ്ടത്. ഇതുപോലത്തെ നോറമാർ ഒരുപാടുണ്ട്, അതേപോലെ ജാസ്മിന്മാരുണ്ട്, റസ്മിമാരുണ്ട്. ഈ സോറി പറയാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് പറയാനുള്ള മനസ്സ് കാണിക്കുന്ന ആൾക്കാർ വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഞാൻ സോറി പറഞ്ഞാൽ അവരുടെ ഈഗോ റിഫ്ലക്റ്റ് ചെയ്യും. മേ ബി നോറയുടെ ഈഗോ ആയിരിക്കും അത്. ഇത്രയും ഒരു ലാസ്റ്റ് മിനിറ്റിൽ പോലും അവൾ സോറി പറഞ്ഞപ്പോൾ ഒന്ന് ചിരിക്കുക അല്ലെങ്കിൽ പോട്ടെ എന്നൊരു ആക്ടിന് വേണ്ടിയിട്ട് പോലും ആ കുട്ടി പറയാതെ ഫേസ് തിരിച്ചത് എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചത്. അപ്പം ഉള്ളിൽ വിദ്വേഷവും വെറുപ്പും കാര്യങ്ങളൊന്നും വയ്ക്കാതെ ഫുൾ ഓൺ ആയിട്ട് എല്ലാവരുമായിട്ട് പോവാൻ വെച്ചാൽ മതി. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. ഗുഡ് ബൈ.